തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിത ജീവിതം നയിക്കുകയാണ് ഇടുക്കി കരിങ്കുന്നം സ്വദേശി അനന്തകൃഷ്ണൻ. അരയ്ക്കു താഴേക്ക് തളർന്ന അനന്തകൃഷ്ണന്റെ തുടർ ചികിത്സയ്ക്ക് 30 ലക്ഷത്തോളം രൂപ വേണം. ഈ തുക കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് അനന്തകൃഷ്ണനും കുടുംബവും. 3 വർഷം മുൻപ് വീട്ടിലേക്കും വരും വഴി മൺതിട്ടയിൽ നിന്ന് വീണാണ് അനന്തകൃഷ്ണന് പരിക്കേൽക്കുന്നത്. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് അണുബാധയുണ്ടായി. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി തുടർ ചികിത്സ. നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തി ബോൾട്ടിട്ടെന്നാണ് സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ബോൾട്ടിട്ടിട്ടില്ല. പിന്നാലെ അനന്തകൃഷ്ണന്റെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നു. ഓടിച്ച് വീണ് ഈ നട്ടലിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടായി കാലങ്ങ് തളർന്നു. രണ്ടുപേരും തളർന്നു ഹോസ്പിറ്റലിൽ പോയി. അടുത്തപ്പോൾ MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ എടുത്ത് ഒരു ബോൾട്ട് വയ്ക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു 22 ദിവസം അവിടെ കിടന്നത്. കുറേ ടെസ്റ്റൊക്കെ എടുത്ത് 1 ലക്ഷം രൂപയായി. പിന്നെ CT സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞു. ഈ ഇൻഫെക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബോൾട്ടൊന്നും ഫിറ്റ് ചെയ്തില്ല. നേരെ വന്നിട്ട് കാല് രണ്ടും മടങ്ങി വന്നു. ഈ ബോൾട്ട് പറ്റിയാത്തണ്ട് കാര്യങ്ങൾ മടങ്ങിയിരിക്കും. പിന്നെ നീർന്നില്ല. 5 ലക്ഷം രൂപയിലധികം ചികിത്സയ്ക്കായി ചെലവായി. തുടർ ചികിത്സകൾ വൈകുന്നതിനാൽ വേദന സംഹാരികൾ കഴിച്ചാണ് അനന്തകൃഷ്ണൻ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ജീവന്റെ പാതിക്കൊപ്പം വാടക വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത്. പൂർണ്ണമായും കിടപ്പിലായ അനന്തകൃഷ്ണനെ വീട്ടിൽ തനിച്ചാക്കി ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. നട്ടെല്ലിനും കാലിന്റെ 2 മുട്ടുകൾക്കും ശസ്ത്രക്രിയ നടത്തിയാൽ അനന്തകൃഷ്ണന് എഴുന്നേറ്റ് നടക്കാനാകും. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി ഭീമമായ തുക വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇതൊക്കെ കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിന് കഴിയുന്നില്ല. സുമനസ്സുകളുടെ സഹായത്തിലാണ് ഇനി ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ അത്രയും. ജനം, ഇടുക്കി.